അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ സ്വർഗപ്രാപ്തിയുടെ 800-ാം വാർഷികത്തോടനുബന്ധിച്ച ലിയോ 14 മാർപ്പാപ്പ പ്രഖ്യാപിച്ച പ്രത്യേക ജൂബിലി വർഷം പൂർണ്ണ ദണ്ഡവിമോചന ആനുകൂല്യം എന്നിവയുടെ ഔദ്യോഗിക ഉദ്ഘാടനം എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പൊലീത്തൻ വികാരിമാർ ജോസഫ് പാംളാനി ആലുവ നസ്രത്ത് ദേവാലയത്തിൽ നിർവഹിച്ചു. ആശ്രമ ദേവാലയത്തിൽ എത്തിച്ചേർന്ന പിതാവിനെ ആശ്രമ കവാടത്തിൽ വെച്ച സെന്റ് തോമസ് കപ്പൂച്ചിൻ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ ഫാദർ ജെയ്സൺ കാളനും ആശ്രമ സുപ്പീരിയർ ഫാദർ ജോഷി വാസുപുരത്തുകാരനും നിരവധി വൈദികരും സന്യാസികളും ആഘോഷ കമ്മിറ്റി അംഗങ്ങളും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് മാർ ജോസഫ് പാംളാനിയുടെ നേതൃത്വത്തിൽ ആശ്രമത്തിൽ നിന്ന് വിശുദ്ധരുടെ തിരുശേഷിപ്പുകളും വിശുദ്ധ ഫ്രാൻസിസിന്റെ സ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും ദേവാലയത്തിനു മുമ്പിൽ ഒരുക്കിയിരുന്ന ജൂബിലി കവാടം തുറന്ന ദേവാലയത്തിൽ പ്രവേശിച്ച ദിവ്യബലിക്ക് തുടക്കം കുറിച്ചു. ആലുവ നസ്രത്ത് കപ്പൂച്ചിൻ ആശ്രമവും തലപ്പാറ സാൻജോ കപ്പൂച്ചിൻ ആശ്രമവും കർത്താവിന്റെ ഫലമേൽപ്പിച്ച സൈനിക ശുശ്രൂഷയുടെ നിയോഗം വഴി ഇതിനായി വേർതിരിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്തതായി തിരുസഭയുടെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. പിതാവിനോടൊപ്പം പ്രൊവിൻഷ്യൽ ഫാദർ ജെയ്സൺ കാളനും ആശ്രമ സുപ്പീരിയർ ഫാദർ ജോഷി വാസുപുരത്തുകാരനും ദിവ്യബലിക്ക് സഹകാർമ്മികരായിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആത്മീയവും സമീപവുമായ വളർച്ചയിൽ ഫ്രാൻസിസിൽ ആത്മീയതയിൽ ജീവിക്കുന്ന കപ്പൂച്ചിൻ സന്യാസ സമൂഹം നൽകുന്ന സേവനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. അതിരൂപതയിലെ വിവിധ മേഖലകളിൽ താപസചര്യയോടും അർപ്പണ മനോഭാവത്തോടും കൂടി നിങ്ങൾ ചെയ്തു വരുന്ന ശുശ്രൂഷകളെയും ഇടവകൾക്ക് നൽകുന്ന ആത്മീയ പിന്തുണയെയും നന്ദിയോടെ സ്മരിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മക്കൾ നടത്തുന്ന ഈ ആത്മീയ സംരംഭത്തെ പിന്തുണയ്ക്കുന്നതിനും ദൈവജനത്തിന് ആത്മീയ ലബ്ധിക്കായി ദണ്ഡവിമോചനം പ്രാപിക്കുവാൻ സൗകര്യമൊരുക്കുന്നതിനും അതിരൂപത ഏറെ സന്തോഷിക്കുന്നു. ആയതിനാൽ നിങ്ങളുടെ അപേക്ഷ പരിഗണിച്ച് അതിരൂപതയിലെ പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാവുന്ന വിശുദ്ധ സ്ഥലങ്ങളായി താഴെ പറയുന്ന 2 ആശ്രമ ദേവാലയങ്ങളെ പ്രഖ്യാപിക്കുന്നതിന് അനുമതി നൽകുന്നു. ആലുവ നസ്രത്ത് കപ്പൂച്ചിൻ ആശ്രമം, തലപ്പാറ സാൻജോ കപ്പൂച്ചിൻ ആശ്രമം. ഫ്രാൻസിസ്കൻ ആത്മീയതയുടെ ചൈതന്യം അതിരൂപതയിലുടനീളം വളരുവാൻ ഈ ദിനങ്ങൾ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംളാനി. ദിവ്യബലിക്ക് ശേഷം പൂർണ്ണ ദണ്ഡവിമോചന പ്രാർത്ഥനയും തിരുശേഷിപ്പിന്റെ ആശീർവാദവും തിരുശേഷിപ്പ് വന്ദനവും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു.